ഹായ്, ആമി ജോസ്ഫി. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, സ്റ്റഡി പ്ലാനുമായിട്ട് ഇനി ക്രിസ്മസ് എക്സാം തുടങ്ങാൻ വേണ്ടി 6 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള സ്റ്റഡി പ്ലാനുമായിട്ട് 6 ദിവസത്തേക്ക് വേണ്ടി എങ്ങനെ നമുക്ക് പഠിക്കാമെന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനും പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് ഇനി പഠിക്കാം. 6 ദിവസമല്ലേ ഉള്ളൂ, അത് വെച്ച് തുടങ്ങാം. അപ്പം ഞാൻ എങ്ങനെയാണ് ടൈം ടേബിൾ ഉണ്ടാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ക്രിസ്മസ് എക്സാം +2ൻ്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിച്ചാണ് നമ്മുടെ സയൻസ് സബ്ജക്റ്റൊക്കെ ഉള്ളത്. ബാക്കി ആകെ കെമിസ്ട്രി മാത്രം എങ്ങാണ്ടാണ് ഒരു ദിവസം ലീവുള്ളത്. അതുകൊണ്ട് അടുപ്പിച്ചുള്ളത് ഇപ്പോൾ പഠിക്കാമെന്ന് വെക്കുന്നത്. കാരണം ഞാൻ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാകുമെന്നാണ് ഞാൻ തോന്നുന്നത്. കാരണം എല്ലാവരും അങ്ങനെയാണ്. അപ്പം മിനിയാന്ന് അലക്സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇപ്പം അതൊക്കെ അടുപ്പിച്ചാണുള്ളത്. അപ്പം നമുക്ക് അതിനനുസരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും പാഠങ്ങളാണ് നമുക്ക് ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഒരു ദിവസം ഡിസംബർ 10-നാണ് ഇടുന്നത്. അപ്പം ഞാൻ ഡിസംബർ 10 തൊട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഇന്നലെ ഉണ്ടാക്കിയതാണ് ഈ ടൈം ടേബിൾ. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി. കാരണം ഡിസംബർ 10 ബയോളജിയിലെ 3 ചാപ്റ്റേഴ്സ് പഠിക്കാനാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഡിസംബർ 11 ഫിസിക്സിൻ്റെ 4 ചാപ്റ്റേഴ്സ്, കാരണം അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഡിസംബർ 12 കെമിസ്ട്രി. ഡിസംബർ 12 ഫ്രൈഡേ ആണ്. പക്ഷേ ഈ എലക്ഷൻ കൊണ്ട് ഞങ്ങൾക്കിവിടെ 10ഉം 11ഉം ലീവാണ്. അപ്പം 12ഉം കൂടെ ലീവ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. നോക്കാവുന്നതേ ഉള്ളൂ, നോക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ അതുപോലെ ഡിസംബർ 14 ബയോളജി തന്നെയാണ് നോക്കുന്നത്. പിന്നെ മാത്സിൻ്റെ കാര്യം നോക്കുന്നില്ല, കാരണം അത് ഒരു മാരത്തോൺ കാണാമെന്നാണ് വെക്കുന്നത്. കാരണം എക്സാമിൻ്റെ തലേദിവസം കാണാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം മാത്സ് അല്ലേ, ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് കിട്ടുമെന്നാണ് തോന്നുന്നത്. പഠിച്ചിട്ടൊന്നുമില്ല, ബട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താൽ ചിലതെല്ലാം ഓർമ്മയുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഇനി അത്രയല്ലേ പറ്റത്തുള്ളൂ, സമയമില്ലല്ലോ. അങ്ങനെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസ്, എല്ലാ ദിവസത്തെയും വീഡിയോസ്, അതായത് ഈ ദിവസത്തെ വീഡിയോസ് ഒരു 6 ദിവസത്തെ ചലഞ്ച് പോലെ ഇടുന്നതായിരിക്കും. താങ്ക് യു, ബൈ. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുക, കമൻ്റ് ഇടും.